എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അഭി അനാമികയെ നോക്കി നിൽക്കുവാണ്. അനാമിക ഇന്നാണ് അനിക്കെതിരെയും അനന്തപുരി കുടുംബത്തിനെതിരെയും എല്ലാം മീഡിയയോട് തുറന്നു പറയാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നത്. അതിനു മുമ്പായിട്ട് വരുന്നതാണ്. എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, സുന്ദരിയാണോ എന്നൊക്കെ. അന്നേരം ബ്യൂട്ടി പാർലറിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ തന്നെ അങ്ങ് സുന്ദരിയായി എന്ന് പറയും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ പിന്നിൽ കളിച്ചത് അഭിയാണ് എന്നുള്ള കാര്യം പുറത്ത് പറയരുത് എന്ന് പറയുമ്പം അനാമിക പറയും, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ആ കുടുംബത്തിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു സപ്പോർട്ട് തന്നത് അഭിയേട്ടനും അഭിയേട്ടൻ്റെ അമ്മയുമാണ്. അത് ഞാൻ കണ്ടില്ലെന്ന് നടിക്കില്ല എന്നും പറയുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട്, ഈ ചാനലിൽ തന്നെ ഇൻ്റർവ്യൂവിന് പോകണം എന്ന് ഞാൻ പറയാൻ കാരണം ഇവർ കുറേ തവണ ആദർശിൻ്റെ അടുത്ത് വന്നതാണ് പരസ്യത്തിന് വേണ്ടി. പക്ഷെ ഇവർ ഒരു ചാനലാണ്, മഞ്ഞപ്പത്രം പോലത്തെ ഒരു ചാനലാണ് എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തില്ല ആദർശ്. അതിൻ്റെ ദേഷ്യം അവർക്ക് ഉറപ്പായിട്ടും ആദർശിനോട് കാണും. അതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ നല്ല നല്ല ചോദ്യങ്ങളുണ്ടാകും, അതിന് നല്ല മറുപടി കൊടുക്കണം. ഒരിക്കലും ഇനി അവൻ പുറത്തിറങ്ങി നടക്കരുത്, ആ ഒരവസ്ഥയിലാക്കണം എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അയാളെ മാത്രമല്ല അനന്തപുരിയിലെ ആ അനന്തമൂർത്തി ഉണ്ടല്ലോ, അയാളെയും പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയിൽ ഞാൻ എത്തിക്കും. എന്നെ അവഗണിച്ചതിനുള്ള മറുപടി ഞാൻ എല്ലാത്തിനും കൊടുക്കും എന്നൊക്കെ പറയുമ്പം നീ ചെയ്തോ, എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട്, പുറകെ നിൽക്കുന്നത് ഞാനാണ് എന്ന് അവരറിയാതിരുന്നാൽ മാത്രം മതി എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇൻ്റർവ്യൂവിനായിട്ട് പോകുവാണ് അനാമിക. ഏതായാലും അനാമിക ഇൻ്റർവ്യൂവിൽ കാര്യങ്ങളെല്ലാം പറയുന്നത് അനന്തപുരിയിൽ എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട്. അതുപോലെ ജ്വല്ലറിയിൽ ഇരുന്ന് ആദർശം നയനയും കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. തുടക്കമേ നുണയാണ് പറയുന്നത്. അനി ഒരു യുവ എഴുത്തുകാരനായിരുന്നു, അവൻ്റെ കവിത കണ്ട് ഒരു മെസ്സേജ് അയച്ചതാണ് ഞാൻ, അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. പിന്നീട് ഇങ്ങോട്ട് പ്രപ്പോസലായി. ഞാൻ ഒറ്റ മകളാണ് എൻ്റെ വീട്ടിൽ, അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഇതുപോലൊരു ആലോചന വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയാണ് വിവാഹം നടന്നത്. പിന്നെ ആ വീട്ടിൽ ചെന്നതിന് ശേഷം ദുരിതമായിരുന്നു. അവിടെ ഒരു ജയിലാണ്, തടവറയാണ്. പെൺപിള്ളേർക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കുകയില്ല. അവിടെ വന്നിരിക്കുന്ന മറ്റു പെൺകുട്ടികളെയും ഇതുപോലെ തന്നെയാണ്. അവരിങ്ങനെ അടിമയായി കിടന്ന് അവർക്ക് ശീലമായി പോയി. പക്ഷേ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്ന പെൺകുട്ടി ആയതുകൊണ്ട് എനിക്കത് സഹിക്കാൻ മേലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും എന്നെ തിരിച്ചു വിളിച്ചു എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയുന്നു. ഇല്ലതും ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ആദർശിൻ്റെയും ചന്തുമോളുടെയും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കേട്ട് ധരിച്ചിരിക്കുവാണ് എല്ലാവരും. ഇതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിൻ്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ട്, കണ്ടോ ഇതാണ് ലോകത്ത് നടക്കുന്നതെല്ലാം. എന്തെങ്കിലും കള്ളത്തരങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയും, അതെല്ലാം ചാനലുകളെല്ലാം ആഘോഷിക്കും. അതിലെ സത്യാവസ്ഥ അവർ അന്വേഷിക്കുകയില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇവർ തന്നെയല്ലേ സത്യാവസ്ഥ മൂടി വെച്ചേക്കുന്നത്, അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെങ്ങനെ അറിയുന്നത്? എന്നിട്ട് അനാമിക പുറത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര രോഷം. അദ്ദേഹം നയന, ഈശ്വര, ഇത് ആ മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടു കാണില്ലേ, അവർക്ക് വിഷമമാകില്ലേ എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഉറപ്പായിട്ടും മുത്തശ്ശന് ഇത് സഹിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനാമികയെ ഞാൻ പിന്നെ വെറുതെ വിടുകയില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അതുപോലെ അനന്തപുരിയിലും ഭയങ്കര ചർച്ചകളാണ്. ജലജ പറയുക, എന്നാലും അവൾ ഇതുപോലൊരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ ജാനകി എന്ന് ചോദിക്കുവാണ് ജലജ. അന്നേരം ജാനകി പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞൊന്നുമില്ല, പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞേനെ എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ഇത്രയും അഹങ്കാരം കൂടുതലാണ് എന്ന്. എന്നിട്ട് ജാനകി പറയും, അതെന്താ നവ്യ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഒരുത്തൻ മറ്റൊരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നു, അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ സഹിക്കാൻ മേലാതെ ഇതെല്ലാം അനാമിക മോളെ വിളിച്ചു പറഞ്ഞതാണ് തെറ്റ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് അവളോട് മതിപ്പ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ആനി വരും. അന്നേരം ജലജ പറയുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ചവൻ ദേ വരുന്നുണ്ട് എന്ന്. അനി വരുന്നത് ജലജ ചോദിക്കും, എടാ നിൻ്റെ ഭാര്യ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊക്കെ നീ കേട്ടായിരുന്നോ എന്ന്. അന്നേരം അനി ചോദിക്കും, ഭാര്യയോ എനിക്കോ എന്ന് ചോദിക്കുമ്പം, ഓ അവന് അതുപോലും അറിയത്തില്ലേ എന്ന് ചോദിക്കുവാണ് ജാനകി. അന്നേരം അനി പറയുന്നുണ്ട്, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവൾ അവളുടെ വീട്ടിൽ പോയി, ഇനി ഒരിക്കലും ആ സ്ഥാനത്തേക്ക് അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, പിന്നെ എങ്ങനെയാണ് എനിക്കൊരു ഭാര്യ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഇൻ്റർവ്യൂവിൻ്റെ കാര്യം നവ്യ പറയുന്നുണ്ട്, അനി അവൾ ഇൻ്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൂടിപ്പോയി എന്ന്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഒട്ടും കൂടിപ്പോയില്ല, ഇവൻ്റെ സ്വഭാവം കൊണ്ടാണ് അവൾക്ക് അങ്ങനെയൊക്കെ വിളിച്ച് പറയേണ്ടി വന്നത്. മോളെ ഇവിടുന്ന് പുറത്താക്കാനല്ലായിരുന്നു ഇവനെ ധൃതി എന്നിങ്ങനെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, അവളെൻ്റെ തലേന്ന് ഒന്ന് ഇറങ്ങിപ്പോയി തന്നാൽ മതി, എന്തൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ അതിൻ്റെ പേരിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും വിഷമമായി കാണും, അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ എന്ന് പറയുമ്പം ജാനകി അനിയുടെ കോളറിനെ പിടിച്ചിട്ട് പറയുവാണ്, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പം അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി ഇരിക്കേണ്ടി വന്നത് എന്ന്. അപ്പോഴത്തേക്കും ജലജ ജാനകിയുടെ കയ്യെ പിടിച്ച് മാറ്റും. ഇനിയിപ്പം മോനും അമ്മയും കൂടെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, അങ്ങനെ ഉണ്ടാക്കിയിട്ടും
കാര്യമൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവളെ തിരിച്ചെൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാമെന്ന് അമ്മ കരുതണ്ട, അത് നടക്കൂല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക. പോയി കഴിയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, അവൻ പറഞ്ഞതുപോലെ ഒന്നും നടക്കുകയില്ല. അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് ആരും കരുതണ്ട. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അവളെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയും. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, നവ്യ നീ ഓർത്ത് വെച്ചോ, നിൻ്റെ അനിയത്തി ഒരിക്കലും ഈ വീട്ടിലോട്ട് കയറി വരികയില്ല, അതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി ദേഷ്യപ്പെട്ട് അങ്ങ് പോകുന്നേ. ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുക നവ്യ. പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുന്നു. മുത്തശ്ശി പറയുവാണ്, പാമ്പിനാണല്ലോ നമ്മൾ പാല് കൊടുത്തത് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നമുക്കൊരു തെറ്റ് പറ്റി, കുടുംബത്തിലോട്ട് കയറി വന്ന പെൺകുട്ടികൾ ആരും കുടുംബം വിട്ടു പോകരുത് എന്ന് വാശി പിടിച്ചു. പൊരുത്തപ്പെടുന്ന ബന്ധങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല, അതിൻ്റെയാണ് കുറച്ച് കാര്യങ്ങൾ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ട് അനി വരും കേട്ടോ. അന്നേരം അനിക്ക് ആകെ വിഷമം. അനി മുത്തശ്ശനോട് പറയുവാണ്, ഞാൻ മൂലം നിങ്ങൾക്ക് തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട, ഇവിടെ നിനക്ക് പറ്റിയ തെറ്റ്, നീ കവിതകൾ എഴുതി ആ കവിത ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവളെ നീ മറ്റൊന്നും നോക്കാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. അവൾക്ക് ഇത്തിരി കഴിവ് കൂടുതലായതുകൊണ്ട് അവൾ ഞങ്ങളുടെ ഹൃദയം കീഴടക്കി. പിന്നീട് ആ വിവാഹം നടന്നു. അതിന് ശേഷമുള്ളതൊന്നും നിൻ്റെ തെറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് പറയുവാണ്. ആ വിവാഹം നടക്കാനുള്ള കാരണം മുത്തശ്ശനല്ല, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്ക് കൊടുത്തതാണ്, എനിക്കിനി ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മുത്തശ്ശൻ തന്നെയല്ലേ. എന്നിട്ടാണ് മുത്തശ്ശൻ ഇപ്പോൾ അനിയെ കുറ്റം പറയുന്നത്. അതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റിയ തെറ്റാണെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അതിന് ശേഷമുള്ളത് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു പോയതല്ലേ, ഏതായാലും നീ വിഷമിക്കണ്ട എന്നൊക്കെ പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, അനാമികയെ വിളിച്ചൊന്ന് ഉപദേശിച്ചാലോ, അവൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ 2ാം പാർട്ടും കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അതെങ്ങനെയെങ്കിലും തടയണ്ടേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, തടയണ്ട, എന്താണെന്ന് വെച്ചാൽ അവൾ പറയട്ടെ, ഒരു കുഴപ്പമില്ല, അത് ചാനലൊക്കെ ആഘോഷമാക്കിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല, അതിൻ്റെ പേരിൽ ആരുടെയും കാല് പിടിക്കാനൊന്നും പോകണ്ട എന്നിങ്ങനെ പറയുമ്പം അനി പറയുന്നുണ്ട്, അവളുടെ ലക്ഷ്യം ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ എൻ്റെ കൂടെ ജീവിക്കുക എന്നത് അല്ലായിരുന്നു, ഈ കുടുംബത്തിലെ സ്വത്ത് തന്നെയാണ് അവളുടെ ലക്ഷ്യം. അവളുടെ അച്ഛന് ഇഷ്ടം പോലെ കടങ്ങളുണ്ട്, ആ കടങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ ആ സഹായങ്ങളെല്ലാം എത്തേണ്ട കൈകളിലേക്ക് എത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അല്ലാത്തവർക്ക് ഒരു രൂപ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുക. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഈ ഒരു കാര്യത്തിൽ നീ ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങളുടെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അനി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ ആകെ വിഷമമായെന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, അവൻ്റെ സമയം മോശമാണ്, ഇത് ഈശ്വര നിശ്ചയമാണ്, ഇതിങ്ങനെ അങ്ങ് കഴിഞ്ഞു പോട്ടെ എന്നും പറയുക. പിന്നീട് അനി നന്ദുവിന് മെസ്സേജ് അയക്കും. ആ മെസ്സേജ് ഇങ്ങനെയാണ്, നന്ദു, ഇപ്പോഴാണ് നമുക്ക് അനാമികയുടെ വീട്ടിൽ കയറി തല്ലേണ്ട ഒരു അവസ്ഥ ശരിക്കും ഉണ്ടായത്, അങ്ങനെ തല്ലാൻ പോകുമ്പോൾ നീ എന്നെയും കൊണ്ട് വിളിക്കണം, അവളുടെ അച്ഛനെയും അമ്മയും മാത്രമല്ല അവളെ അടിച്ച് ഒരു പരുവാക്കണം, അതിനെന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചേക്കും കേട്ടോ. അന്നേരം നന്ദു ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, ചേരേണ്ടവർ തമ്മിലേ ചേരാവുള്ളൂ, അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും, ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കും കേട്ടോ നന്ദു. അതുപോലെ അനാമികയും വേണുവിനെയും രേവതിയും കാണിക്കുന്നുണ്ട്, അവർ ഭയങ്കര സന്തോഷത്തിലാണ്, ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തില്ലേ, അനന്തപുരിക്കാരാകപ്പാടെ നാറി വിഷമത്തിൽ ഇരിക്കുവാണല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷം. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരെ ഞാൻ നാണം കെടുത്തു എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, എന്തൊക്കെ നാണം കെടുത്തിയാലും നമുക്കൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കണം, ഇത് കേസായി കഴിഞ്ഞാൽ അനന്തമൂർത്തിക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് കമ്പനി വക്കീലും കുടുംബ വക്കീലും ഒക്കെ ഉണ്ട്, നമുക്കാണ് പൈസ കൊടുത്ത് വക്കീലിനെ വെക്കേണ്ടി വരുന്നത്, ഇപ്പം തന്നെ ഇഷ്ടം പോലെ കേസുകൾ എൻ്റെ നേരെ ഉണ്ട്, പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇവരെല്ലാം കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പം അനന്തപൂർത്തി നമ്മളെ വിളിക്കണം, എന്നിട്ട് ഒരു കോംപ്രമൈസ് ചർച്ച നടത്തി ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് മേടിച്ചെടുക്കാൻ സാധിക്കണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം, ആ നന്ദുവിനെ അനന്തപുരിയിൽ ഞാൻ കയറ്റാൻ സമ്മതിക്കത്തില്ല, ഇപ്പോഴും എൻ്റെ അമ്മായിമ്മ എനിക്ക് സപ്പോർട്ടാണ്, അതുകൊണ്ട് അതിനുള്ളതുകൂടെ എന്തെങ്കിലും ചെയ്തു വെക്കണം എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, നീ നിൻ്റെ അമ്മായിമ്മയുടെ സപ്പോർട്ട് കണ്ട് മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം എല്ലാവരും എതിർത്ത് നിൽക്കുമ്പം ജാനകിക്ക് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവളും മാറും, അതുകൊണ്ട് അവരെ മുന്നിൽ കണ്ടുകൊണ്ട് നീ മുന്നോട്ട് പോകരുത്, അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം വേണു പറയുന്നുണ്ട്, ഏതായാലും അവിടുന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നീ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചല്ലോ, അവൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക, 2ാം വിവാഹമാണ്, അതെങ്കിലും ഫ്ലോപ്പായി പോകരുത്, പിന്നെ അവൻ്റെ സ്വഭാവം എന്താണ്, ജാതി ഏതാണ്, മതം ഏതാണ് എന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല, ഇനിയിപ്പം അനന്തപുരിയിൽ നിന്ന് കിട്ടുന്ന പണത്തിലാണ് അവൻ്റെ കണ്ണെങ്കിൽ
പോവുകയാണെങ്കിൽ നിൻ്റെ ജീവിതം പിന്നെയും അവതാളത്തിലാകും. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് കാര്യങ്ങൾ നീക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.